മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിലൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് കളർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ വിശ്വസിക്കാൻ പറ്റും? നമുക്കൊരു അടിപൊളി പരീക്ഷണം ചെയ്ത് നോക്കിയാലോ? അപ്പോൾ എന്താ, ഞാനൊരു ഡ്രസ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് ഞാൻ കൈ തുന്നൽ തുന്നിയിട്ടാണ് ചെയ്തത്. അതും എനിക്കും മാത്രമല്ല, എനിക്കും എൻ്റെ മോൾക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് റാപ്പ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് കയറുകൊണ്ടൊക്കെ ചുറ്റിയിട്ടാണ് സെറ്റ് ചെയ്തത്. അതിനൊരു ഭംഗി കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്കിൽ ഇതാ ഈ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ചെറിയൊരു പാറ്റേൺ ഒക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ അതിന് തന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു കോട്ടൺ മിക്സ് ക്ലോത്ത് ആണ് കേട്ടോ. നല്ല കോട്ടൻ്റെ ക്ലോത്ത് ആണെങ്കിൽ നല്ല നീറ്റായിട്ട് കളർ സ്റ്റെയിൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ അളവിനനുസരിച്ചിട്ടുള്ള ഏതാണോ ഡ്രസ്സ് അത് വെച്ചിട്ട് നമുക്കൊരു ആദ്യം തന്നെ കുറച്ച് ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു കാര്യം എന്നല്ലേ, നമുക്ക് എൻ്റെ കയ്യിൽ മെഷീൻ ഇല്ല, ഇവിടെ ഒരു മെഷീൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൈ തുന്നൽ തുന്നിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തത്. എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇത്രയൊക്കെ ക്ഷമയുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് മാത്രമല്ല ചെയ്തത്, മോൾക്കും ചെയ്തിട്ടുണ്ട് സെയിം പാറ്റേണിലുള്ള ഒരു ഡ്രസ്സ്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നീറ്റായിട്ട് അതിൻ്റെ മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ട് അളവിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് സീം അലവൻസ്, അതായത് നമ്മൾ അടിക്കാനുള്ള ഒരു സ്പേസ് 2 ഇഞ്ചെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ അത് അഡീഷണൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ട് ഫ്രില്ല് വരുന്ന ഒരു ടൈപ്പ് ഡ്രസ്സില്ലേ, ആ ഒരു ടൈപ്പ് പാറ്റേൺ ആണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ പീസിൽ ജസ്റ്റ് ഞാനൊരു കോൺ ഷേപ്പിൽ ഫ്രണ്ടിൽ മിഡിലായിട്ട് വരുന്ന രീതിയിലൊന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മോൾക്കും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഫ്രണ്ട് പീസിൽ ഫ്രില്ല് വരുന്ന രീതിയിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൊരു പീസും ബാക്ക് സൈഡിലൊരു കുഞ്ഞു പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട്. ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല, പകരം ഞാൻ ഇതിൽ കളർ ചെയ്യുന്നതാണ് ഇതിന് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതെത്രയാണോ നമുക്ക് ഈ ഒരു ടോപ്പിന് ഇറക്കം വേണ്ടത് അത് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രില്ല് വെക്കേണ്ടതായിട്ടുള്ള ലെങ്ത്തിലുള്ള രീതിയിലും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ബാക്ക് സൈഡിൽ പ്ലെയിൻ ആണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ആ ഒരു അളവിനനുസരിച്ച് മാത്രം കട്ട് ചെയ്താൽ മതി. എന്നാൽ ഫ്രണ്ടിൽ നമുക്ക് ഫ്രില്ല് വെക്കേണ്ടത് കൊണ്ട് തന്നെ എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ എന്തായാലും എടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതെന്താ ഇതുപോലെ കോൺ ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. അഡീഷണൽ വരുന്ന ക്ലോത്തൊക്കെ ഫ്രില്ല് ചെയ്തിട്ട് നമുക്കതും സെറ്റാക്കി എടുക്കണം. അപ്പോൾ കയ്യിൽ സൂചിയും മുട്ടുസൂചിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഫ്രില്ല് ചെയ്ത് ഓൾറെഡി ഫ്രില്ലാക്കി വെച്ചതിന് ശേഷം അത് കുത്തി കൊടുത്തതിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ടെടുത്തു അതിൻ്റെ അറ്റത്തേക്കൂടെ. എന്നിട്ട് അത് വലിച്ചിട്ട് ഫ്രില്ല് പോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അത് ഭയങ്കര എളുപ്പമായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ആ ഒരു ക്ലിപ്പ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി, ക്യാമറ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു വീഡിയോയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കൈത്തുന്നൽ തുന്നുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂചി കയ്യിൽ കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് ഈ വർക്കൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ കളറിങ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ കൈ നോക്കുമ്പോൾ കറക്റ്റ് കുറേ ഹോളായിരുന്നു, കുഞ്ഞു 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 ഇങ്ങനെ കുത്ത് കിട്ടിയതിൻ്റെ. അതിൽ കളർ നിറഞ്ഞിട്ട് ആകെ വൃത്തികേടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു വർക്ക് ചെയ്തതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. അത് തുറന്നപ്പോൾ ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. ഫ്രണ്ടിൽ ഫ്രില്ല് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. പക്ഷേ ആ കോണിൻ്റെ ഭാഗം അത്രയും കോണായിട്ട് എനിക്കൊരു ഫീൽ ഇവിടെ കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് നോർമൽ നമ്മൾ കൈത്തുന്നൽ തുന്നുമ്പോൾ അത്രയും പെർഫെക്ഷൻ ഉണ്ടാവില്ലല്ലോ. പക്ഷേ കൈത്തുന്നൽ തുന്നിയിട്ടും ഇതുപോലെ ഡ്രസ്സ് ഉണ്ടാക്കി എടുക്കാമെന്നുള്ളതില്ലേ ആ ഒരു കോൺഫിഡൻസ് ഇല്ലേ, അതെനിക്ക് ഈ ഒരു വർക്കിലൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കംപ്ലീറ്റ് നെക്ക്, ഷോൾഡർ, ആ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഭാഗം എല്ലാം നമുക്കൊന്ന് മടക്കി തുന്നിക്കൊടുക്കാം. എല്ലാം നോർമൽ നമ്മുടെ ബ്ലൗസിനൊക്കെ കൊടുക്കൂലേ, ഹെമ്മിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറില്ലേ, ജസ്റ്റ് സൂചി വെച്ചിട്ട്, അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ 2 പീസും കൂടി ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ തോൾക്കുഴി ഭാഗമെല്ലാം മടക്കിയിട്ട് തന്നെ ഒന്ന് തുന്നിക്കൊടുക്കുക. ഇത്രയൊക്കെ ക്ഷമയുണ്ടോ എനിക്ക്? അപ്പോൾ എനിക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലാണ് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ മോളുടെ ഡ്രസ്സ് ഇതാണ്, അതേപോലത്തെ സെയിം പാറ്റേണിൽ ഞാനും ഇതാണ്. കൈ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, കൈ വെക്കുന്നിടത്ത് ആ ഒരു കൈക്കുഴിയൊന്നും എനിക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് വിട്ടു. ഇൻ കേസ് ഞാൻ സ്ലീവ്ലെസ് എനിക്ക് വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതേ സെയിം കൈ വെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൈ ഇല്ലാത്തതാണ് ഞാൻ കാണിക്കുന്നത്. ഇനി കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില ശരിക്കും യൂസ് ചെയ്യുന്നത് ഇതിന് സ്റ്റെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് സ്പ്രെഡാക്കി വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളത് നല്ല നീറ്റായിട്ട് കെട്ടി ടൈറ്റിൽ കെട്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. മോളുടെ ഡ്രസ്സും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി കുക്കർ എടുക്കുക, അതിലൊരു 5, 6, 7, 8, 10 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ സ്റ്റെയിൻ കിട്ടാൻ വേണ്ടിയിട്ട്, സ്റ്റെയിൻ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലിനി ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതായത് ഈ ഒരു ഡ്രസ്സ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിക്കുക. അതിനുശേഷം നല്ല നീറ്റായിട്ട് പൊടിയൊന്നും കട്ട പോലെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു ക്ലോത്ത് കെട്ടിയത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ചൂടുവെള്ളത്തിൽ നമ്മൾ ഇടുന്നതിന് പകരം ഞാൻ നേരെ തന്നെ ഇതൊരു വിസിലടുപ്പിക്കുക കേട്ടോ ചെയ്തത്. ഒരു വിസിലടുപ്പിച്ചിട്ട് അത് വേവുന്ന രീതിയിൽ വെക്കരുത്. ആ വിസിൽ കംപ്ലീറ്റ് പെട്ടെന്ന് തന്നെ കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റെയിൻ പിടിക്കും. അപ്പോൾ എന്താ ഇതുപോലെ ഒരു വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലൊക്കെ ആയിട്ട് നല്ലൊരു ആയുർവേദ പീടികയിൽ പോയ ഒരു മണമായിരുന്നു ആ ഒരു ക്ലോത്തിന് കംപ്ലീറ്റ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീലാണ് കിട്ടിയത്. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഒരു മൊമെൻറ്റ് കേട്ടോ. നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഡ്രസ്സിൽ നിന്ന് ഇതുപോലത്തെ മണക്ക വരുന്ന ഒരു പുളിശ്ശേരിയൊക്കെ കഴിച്ചൊരു സുഖം. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. അതിന് മുന്നേ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ലുക്ക് കാണിച്ചു തരാം ഞാൻ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് എൻ്റെ ചങ്ക് തകർന്നു പോയി. കറിവേപ്പില പറ്റിച്ചു മക്കളെ. അപ്പോൾ നമ്മുടെ മഞ്ഞൾ നല്ല രീതിയിൽ അതിൻ്റെ ഡ്യൂട്ടി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കറിവേപ്പില ആകെ പറ്റിച്ചു. വെന്ത് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സ്മെല്ലും തന്നിട്ടുണ്ട്, പക്ഷെ കളർ തന്നിട്ടില്ല. വേറെ ഇലകളൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള കറിവേപ്പില യൂസ് ചെയ്തത്. പക്ഷേ കറിവേപ്പില പറ്റിച്ചു ഗൈസ്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത്. കുഴപ്പമില്ല, നമുക്ക് ഒരു 2 റൗണ്ടും കൂടി ഇതുപോലെ ഒന്ന് കെട്ടി ചുറ്റി എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സ്റ്റെയിൻ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ, ആ ഒരു സ്മെല്ല് കിട്ടിയപ്പോൾ. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ഫോൾഡിങ്ങിൻ്റെ അടുത്ത് മാത്രം വൈറ്റ് നിർത്തി ബാക്കി എല്ലാ സ്ഥലത്തും നല്ല നീറ്റായിട്ട് യെല്ലോ കളർ ആയതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 വെള്ളത്തിൽ കഴുകി എടുക്കുമ്പോഴും ആ ഒരു യെല്ലോ കളർ പോയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് തന്നെ ഭയങ്കര ഹാപ്പിനെസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കറിവേപ്പില കൊണ്ട് ആ ഒരു കളറൊന്നും ആയിട്ടില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ടെങ്കിലും ആ ഒരു മഞ്ഞൾ നല്ല രീതിയിൽ പിടിച്ചതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്ന ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ, മഞ്ഞൾ നല്ല രീതിയിൽ കളർ തരുന്നുണ്ട്, ഇളകിയിട്ട് പോകുന്നൊന്നുമില്ല, ഞാൻ ഗ്യാരണ്ടി. കാരണം ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ടൊന്നും നല്ല കളറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പില കുറച്ചധികം പോയതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ, കണ്ടോ. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 പ്രാവശ്യം നമുക്ക് നല്ല വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കണ്ടോ, കഴുകി കഴിഞ്ഞപ്പം കണ്ടോ നല്ല രീതിയിൽ സ്റ്റെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, കണ്ടോ. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ തന്നെ നിർത്തണം എന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു കളറിൽ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കളർ മാറ്റാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ ഇതാ ഇതുപോലെ ആ ഒരു യെല്ലോ കളർ ഒന്നും കൂടി അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി വൈറ്റ് പോർഷനിൽ കുറച്ച് കളർ ആവുന്ന രീതിയിൽ ഒന്ന് നീറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാൻ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം ഞാൻ ഗ്രീൻ കളറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ നോർമൽ ഞാൻ ആ ഒരു കടം ആ ഒരു കളറ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ, ഗ്രീൻ കളറ്. അപ്പോൾ ഉപ്പ് എടുത്തിട്ടുണ്ട്, നല്ല തിളച്ച വെള്ളം വേണം. പിന്നെ നമ്മൾ ഏതാണോ എടുക്കുന്ന കളറ് ആ ഒരു കളറിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം എനിക്ക് ഓവർ കളർ വേണ്ട. എനിക്കൊരു പിസ്ത ഗ്രീൻ ആ ഒരു ഗ്രീനിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. പ്ലസ് യെല്ലോ കൂടി അതിൻ്റെ ഷെയ്ഡിങ് ആയിട്ട് വേണം. ഇടയ്ക്ക് വൈറ്റും കൂടി ഉണ്ടാവുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ടിലാണ് ഞാൻ ഈ ഒരു ഗ്രീൻ കളർ പരീക്ഷണത്തിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കെട്ടി വെച്ചിട്ടുള്ള ഓരോ ക്ലോത്തും ഞാൻ അതിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഞാനിവിടെ എനിക്ക് അത്രയും ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ഗ്രീൻ വേണ്ടാത്തത് കൊണ്ട് തന്നെ ഞാനൊരു 3/4 മണിക്കൂർ അരമണിക്കൂറിൻ്റെ അടുത്ത് മാത്രമേ അതിനുള്ളിൽ മുക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല നീറ്റായിട്ട് കഴുകിയെടുത്ത് ഉണക്കി. അപ്പോൾ ഇതാ ഈ ഒരു കളറാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യേ ആ ഒരു യെല്ലോ കളർ കളഞ്ഞല്ലോ എന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു കളറിൽ തന്നെ കീപ്പ് ചെയ്യാം. പിന്നെ എന്തിനാണ് മറ്റേ മഞ്ഞ കളർ കൊടുത്തതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു ഗ്രീൻ കളറിൻ്റെ കൂടെ ആ ഒരു മഞ്ഞ കളർ പാറ്റേൺ കിട്ടിയപ്പോൾ ഒരു നമ്മൾ തത്ത പച്ചയില്ലേ ആ ഒരു രീതിയിലാണ് കിട്ടിയത് കേട്ടോ. അതാ യെല്ലോ കൊടുത്തുകൊണ്ട് മാത്രമാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരുമാതിരി ഗ്രീൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതാ ഈ ഒരു ഡബിൾ ഷെയ്ഡ് കണ്ടോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് യെല്ലോയിൽ മിക്സ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ കണ്ടോ, യെല്ലോ കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്നുണ്ട്, ഗ്രീൻ കുറച്ച് കുറവാണ്. പക്ഷേ ഭംഗിയുണ്ട്, ഒരു ഭംഗിയുള്ളൊരു പാറ്റേൺ, ഒരു ഭംഗിയുള്ളൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ചൂട് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്, ചുളിവൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട്.
ഇനി നല്ലൊരു അച്ചുണ്ടാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. ചെറിയൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് കട്ടിയുള്ള ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്താണോ ഡിസൈൻ വേണ്ടത് ആ ഒരു ഡിസൈനിൽ ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുവാണ്. ചൂടാക്കി വരക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഒരു ചെറിയൊരു ലീഫിൻ്റെ പാറ്റേൺ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതിന് ആ ഒരു ഭാഗം മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി ഇതുപോലെ കത്തി കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ മാത്രം കുറച്ചും കൂടി പൊങ്ങി നിൽക്കും, കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് കുറച്ചും കൂടി പൊങ്ങി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കിട്ടും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ പിന്നെ നമുക്ക് പെയിൻറ്റിൽ മുക്കി ഇതുപോലെ കളർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന അച്ച് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഉള്ളിലേക്കായിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബാക്കിയുള്ള സൈഡിലും കൂടി പെയിൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രയൽ ഇപ്പോൾ സക്സസ് ആണ്. ഇനി നമുക്ക് ഓരോ സൈഡിലായിട്ട് ക്ലോത്തിൻ്റെ പല പല ഭാഗത്തായിട്ട് എങ്ങനെയാണോ ഡിസൈൻ വേണ്ടത് ആ ഒരു രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. എന്തായാലും ഞാൻ ഈ ഒരു ചെസ്റ്റ് പോർഷൻ്റെ താഴെ ഭാഗത്ത് ഒരു ചെറിയൊരു ഡിസൈൻ, അതുപോലെ തന്നെ സ്ലീവിൻ്റെ അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുന്ന രീതിയിലാണ് ഒരു ലീഫ് കൊടുത്തത് കേട്ടോ. എന്തായാലും എനിക്ക് ചെയ്തതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോൾക്കും അതേ പാറ്റേൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്കിൽ ഞാൻ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്കും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വെറും മഞ്ഞ കളർ മാത്രം മതി എന്നാണെങ്കിൽ മഞ്ഞളിൽ മാത്രം നിർത്തിയാൽ മതി. അല്ലെങ്കിൽ ഇതുപോലത്തെ കളറൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വർക്ക്, ഈ ഒരു പരീക്ഷണം നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട്. കറിവേപ്പില മാത്രമാണ് ചതിച്ചത്, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഞാനും മോളും ഇട്ടിട്ടുള്ള കണ്ടാലോ. എന്തായാലും ഫൈനൽ ലുക്ക് ഇതാണ്. ആ ഒരു ബ്ലൂ കളർ പാൻറ്റിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ കുറച്ച് ഡാർക്ക് ബ്ലൂവും ഗ്രീനും വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തത് കേട്ടോ. എന്തായാലും നിങ്ങൾക്കും ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പരീക്ഷണം ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും മടിച്ച് നിൽക്കേണ്ട, ട്രൈ ചെയ്യാൻ നോക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.